മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ അടിസ്ഥാന പാഠാവലി മലയാള സെക്കൻഡിലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ ആദ്യത്തെ പാഠഭാഗം ചിത്രകാരി എന്ന് പറയുന്ന കഥ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ കാണാത്ത ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒരു പാഠഭാഗം കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ സ്കൂളിൽ ഓൾറെഡി നമുക്ക് എടുത്തിട്ടുണ്ടാവണം അല്ലേ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയുണ്ട്, ആദ്യത്തെ ചാപ്റ്റർ അടിപൊളിയാണോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ പാഠഭാഗം എന്താണെടാ, ഇതൊരു പ്രണയഗാനമാണ് കേട്ടോ. അപ്പൊ പ്രണയഗാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമാ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഗാനം എന്ന് പറയുമ്പോൾ അല്ലെ, ഗാനസാഹിത്യം എന്ന് പറയുമ്പോൾ വളരെ വിപുലമായിട്ടൊരു ഗാനസാഹിത്യമാണ് നമുക്ക് മലയാളത്തിലുള്ളത്. ഇപ്പോൾ ഖണ്ഡകാവ്യമാവട്ടെ, മഹാകാവ്യമാവട്ടെ, പാട്ട് സാഹിത്യം, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ അല്ലേ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, കവിതാ സാഹിത്യമാവട്ടെ, അങ്ങനെ ഒരുപാട് ഇപ്പോൾ പാട്ടുകളാണെങ്കിൽ തിരുവാതിരപ്പാട്ട്, കോൽക്കളിപ്പാട്ട്, അങ്ങനെ പല രീതിയിലുള്ള പാട്ട് രൂപങ്ങൾ നമുക്ക് മലയാള സാഹിത്യത്തിലുണ്ട്. കാലങ്ങളായിട്ട് നമ്മൾ പാടി വരുന്നുണ്ട്. ഇപ്പൊ ഗാനസാഹിത്യമാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഗാനസാഹിത്യത്തെ കുറിച്ച് പറയാം. നമുക്ക് സിനിമാ ഗാനങ്ങളും ഉണ്ട്, നാടക ഗാനങ്ങളും ഉണ്ട് അല്ലെ. ഒരുപാട് സിനിമാ പാട്ടുകൾ, ഇപ്പോൾ പാഠപുസ്തകത്തിലുള്ള കവിതയൊക്കെയാണ് നമുക്ക് ബൈഹാർട്ട് പഠിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, വരികളൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്തത്. പക്ഷെ ഒരു സിനിമാ പാട്ട്, പുതിയ കാലത്ത് ഇറങ്ങിയ സിനിമയിലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ 4-5 വരിയൊക്കെ തന്നെ എന്തായിരിക്കും, അത് ബൈഹാർട്ട് ആയിരിക്കും. നിങ്ങളൊക്കെ മൂളുന്ന ആളുകളായിരിക്കും ആ പാട്ടുകളൊക്കെ അല്ലെ. യെസ്, അപ്പൊ പാട്ടുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഗാനത്തെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു സിനിമാ പാട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലെ. സിനിമാ പാട്ടല്ല, നാടക ഗാനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിനിമയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പാട്ട് പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊരു നാടക ഗാനമാണ്. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, നാടക ഗാനമാണ്. അപ്പൊ ഏത് നാടകം, ആരെഴുതി, എന്താണ് ഈ പാട്ടിന്റെ പ്രത്യേകത എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കണ്ടേ. യെസ്, അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ നാടക ഗാനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാടക ഗാനങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടതുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും നാടകഗാനങ്ങൾ നിങ്ങൾ കേട്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഒരുപാട് നാടകഗാനങ്ങൾ ഉണ്ടടാ, ഒരുപാട് നാടകഗാനങ്ങൾ. നമ്മുടെ ഇപ്പൊ ഏതാണ്, ബലികുടീരങ്ങളെ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നാടകഗാനാണ്. അതേപോലെ ഇല്ലിമുളം കാടുകളിൽ ലെല്ലലെലം പാടി വരും തെന്നലേ, അതൊക്കെ നാടക ഗാനമാണ് കേട്ടോ. ഞാൻ പാടുന്നത് നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെയൊക്കെയാണ് അല്ലെ. ഒരുപാട് നാടക ഗാനങ്ങൾ എവിടെ ഉള്ളത്, നമ്മളുടെ എന്താ പറയാ അല്ലെ, നാടകങ്ങളിൽ ഒരുപാട്. പണ്ട് കാലത്തൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സിനിമയൊക്കെ ഇത്രയും പോപ്പുലർ ആവുന്നതിന് മുമ്പ് അല്ലെ, സിനിമയൊക്കെ ഇത്രയും ജനകീയമാവുന്നതിന് മുമ്പ് ആളുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന എന്തായിരുന്നു, കല എന്നുള്ള രീതിയിൽ നാടകങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സിനിമാ പാട്ടുകൾ പോലെ ആ കാലഘട്ടത്തിൽ എന്താണ്, ഏത് പാട്ടുകളായിരുന്നു, ഈ പറയുന്ന നാടകത്തിലുണ്ടായ പാട്ടുകളാണ് ആളുകൾ ഇങ്ങനെ നമ്മൾ സിനിമ പാട്ട് പാടുന്ന പോലെ ആളുകൾ പാടിയിരുന്നതാണ്. അപ്പൊ ഈ പാട്ടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള പാട്ടുകളാണ് അല്ലെ. നമ്മളുടെ ഈ ഒരു ചിലപ്പോൾ പാടിയ പാട്ടൊക്കെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലെ. കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കണം എന്നാണ് എനിക്ക് തോന്നണേ അല്ലെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്, പുതിയ ഒരു നാടക ഗാനമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ സിലബസിൽ ഇത്തരത്തിലൊരു നാടക ഗാനം എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ആരാണ് എഴുതിയെന്നറിയാമോ? നമ്മുടെ ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകത്തിലെ ഒരു പാട്ടാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. KT മുഹമ്മദ് എന്ന് പറയുന്ന നാടകകാരനാണ്. ഒരുപാട് നാടകങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ആളാണ് കേട്ടോ. അദ്ദേഹം നാടകകൃത്താണ്, സിനിമാ സംവിധായകനാണ്, എഴുത്തുകാരനാണ്. ഇനി ഒരുപാട് നിലകളിൽ പ്രസക്തനായിട്ടുള്ള ആളാണ് KT മുഹമ്മദ് എന്ന് പറയുന്നത്. 1927 മഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1949 അദ്ദേഹത്തിന്റെ ആദ്യ നാടകം ഊരും പേരും എന്ന് പറയുന്ന നാടകമായിരുന്നു. 40-ലധികം, 1, 2, 3, 4, 5 ഒന്നും അല്ല, 40-ലധികം നാടകങ്ങൾ ആരെഴുതിയിട്ടുണ്ട്, നമ്മുടെ KT മുഹമ്മദ് എഴുതിയിട്ടുണ്ട് കേട്ടോ. 1953 നമുക്ക് പഠിക്കാനുള്ള നാടകഗാനമുള്ള നാടകമായ ഇത് ഭൂമിയാണ് എന്ന നാടകം. അത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നാടകവുമായിരുന്നു കേട്ടോ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട നാടകമാണ് ഇത് ഭൂമിയാണ് അല്ലെ എന്ന് പറയുന്ന നാടകം. 1953 അതൊക്കെ ഓർത്ത് വെക്കണേ. കീ പോയിന്റുകളാണ് ഈ പാഠഭാഗത്തിന്റെ കീ പോയിന്റുകളായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഒരു നാടകകാരൻ തന്നെയാണ് KT മുഹമ്മദ് എന്ന് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെ, അദ്ദേഹം ജീവിച്ചിരുന്ന സമൂഹത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളെയും
സമുദായങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരാൾ കൂടെയായിരുന്നു KT മുഹമ്മദ് എന്ന് പറയുന്നത്. KT മുഹമ്മദിനെ പോലെ ഒരുപാട് അല്ലെ നാടകങ്ങളിലൂടെ അല്ലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നറിയപ്പെട്ട ഒരുപാട് പേര് നമുക്കറിയാം. അതിൽ വീട്ടിയുടെ നാടകമാണ് നമ്മളുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം, ഋതുമതി എന്ന് പറയുന്ന നാടകം, അതേപോലെ എന്താണ് ഒരുപാട് നാടകങ്ങൾ അല്ലെ ഇതുപോലെ സമൂഹത്തില് നിലനിന്നിരുന്ന പ്രത്യേകം സമുദായങ്ങൾക്കുള്ളിൽ ഓരോ സമുദായങ്ങൾക്കുള്ളിലും നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്ന നാടകങ്ങളായിരുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ഉള്ളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെ ചോദ്യം ചെയ്ത നാടകങ്ങളായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം. അതേപോലെ ഏതാണ് ഋതുമതി എന്ന് പറയുന്ന നാടകം, ഒരുപാട് നാടകങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ നാടകങ്ങളായിട്ട് പാട്ടഭാഗ്യ എന്ന് പറയുന്ന നാടകമൊക്കെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ നാടകങ്ങളാണ് അല്ലെ. അതേപോലെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ തന്റെ നാടകങ്ങളിലൂടെ ചോദ്യം ചെയ്തിരുന്ന ആളായിരുന്നു ആര്? KT മുഹമ്മദ് എന്ന് പറയുന്ന അല്ലെ മഹാനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം ഒരുപാട് അല്ലെ നല്ല നല്ല നാടകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൃതികൾ, അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവല് കാറ്റ്, പുഷ്പങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. കറവ പശു, കാഫർ, ചുവന്ന ഘടികാരം അല്ലെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. കളിയും കാര്യവും, ചിരിക്കുന്ന കത്തി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സാഹിത്യ സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാനായിട്ടുള്ള മനുഷ്യനാണ് ആര്? KT മുഹമ്മദ് എന്ന് പറയുന്ന നാടകകാരൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം മലയാള സിനിമയിലും ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു. 40-ലധികം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അതേപോലെ 20ഓളം സിനിമകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ 2008 2008 മാർച്ച് മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മരിക്കുന്നത്. മാർച്ച് 25 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നാടകത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നാടകം എന്ന് പറയുന്നത് എന്റെ ജീവിതം തന്നെയാണെന്നാണ്. നാടകത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ കഥകൾ എഴുതിയിട്ടില്ല, ഒരിക്കലും ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടില്ല, ഞാൻ നാടകത്തെ ഉപയോഗിച്ചിട്ടില്ല അല്ലെ. എൻ്റെ ജീവിതം തന്നെയായിരുന്നു എന്ന് പറയുന്നത്, നാടകം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മലയാള നാടക ലോകത്ത് അല്ലെങ്കിൽ സാഹിത്യ ലോകത്ത് തൻ്റേതായിട്ടുള്ളൊരു ഇടം അല്ലെ കണ്ടെത്തിയിട്ടുള്ളൊരു മഹാനായിട്ടുള്ള മനുഷ്യനായിരുന്നു KT മുഹമ്മദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ നാടകവും ജീവിതവും ഒക്കെ ഒന്നായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമേൽ നാടകത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ചിട്ടുള്ള ആളാണ് KT മുഹമ്മദ്. അപ്പൊ KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ 5ാം രംഗം കേട്ടോ, 5ാം രംഗത്തിലെ പ്രശസ്തമായിട്ടുള്ള ഗാനമാണ് ഗൽബിലെ നിലാവ്. ഓക്കെ, അപ്പൊ ഈ വരികൾക്കൊപ്പം ഇപ്പൊ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പൊ നാടൻ പാട്ടുകൾ പോലെ പല മാപ്പിളപ്പാട്ടുകളും എങ്ങനെയായിരുന്നു, വാമൊഴിയായി ഇങ്ങനെ പാടി പാടി വന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്ന മാപ്പിളപ്പാട്ടിലേക്ക് പിന്നീട് എന്ത് ചെയ്യാണ്, വരികൾ എഴുതി ചേർത്താണ് ഈ ഒരു നാടക ഗാനം എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ 1953 ഇറങ്ങിയിട്ടുള്ള ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകത്തിലെ ഗാനമാണ്. ഈ നാടകം ഒരുപാട് കോളിളക്കം ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകം കൂടെയായിരുന്നു. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഗാനമാണ് നമ്മുടെ പാഠഭാഗം എന്നെന്ത് ചെയ്യുക, ഓർക്കണം. ഓക്കെ, അപ്പൊ ടീച്ചർ ഇത്രയും പറഞ്ഞതൊക്കെ കീ പോയിന്റുകളാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പൊ ഗൽബിലെ നിലാവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നാടക ഗാനമാണ്. ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകത്തിലെ ഗാനമാണ്. KT മുഹമ്മദ് ആണ് എഴുതിയത്. SM സെയ്ദ് ആണ് ഇത് പാടിയിട്ടുള്ളത്. 1953 ഈ നാടകഗാനം എന്ത് ചെയ്തത്, നാടകം പുറത്തിറങ്ങിയത്. ഓക്കെ, ഈ നാടകം 1953 ഇറങ്ങിയിട്ടുള്ള പാട്ടാണെന്ന് ആലോചിക്കണം കേട്ടോ. ഇത് 2012 പ്രമോദ് പയ്യന്നൂര്, ഇത് നമ്മുടെ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവൽ, ബഷീറിന്റെ നോവൽ എന്ത് ചെയ്തിരുന്നു, 2012 എന്നാണ് ടീച്ചർ ഓർമ്മ. പ്രമോദ് പയ്യന്നൂർ എന്ന് പറയുന്ന ആള് അല്ലെ ഇത് സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു. ബാല്യകാല സഖി നമ്മുടെ മമ്മൂട്ടിയൊക്കെയാണ് അതിനകത്ത്, ഇഷ തൽവാറൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നാടകത്തിലെ ഗാനം. അപ്പോൾ ഇത് ഏത് സാഹിത്യ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഏത് കലയിലുള്ള ഗാനമാണെന്നൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ എന്നൊന്നും എഴുതരുത്. ആദ്യം വന്നത് എവിടെയാണ്, നാടകത്തിലാണ്. KT മുഹമ്മദാണ് ഈ ഗാനം എഴുതിയത്. ഓക്കെ, പിന്നീട് ഇതിനെ എന്ത് ചെയ്താണ്, സിനിമയിൽ ഉപയോഗിച്ചതാണ് എന്ന് ആലോചിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പാട്ട് കൂടെ അല്ലെ, നമുക്ക് ആദ്യത്തെ കുറച്ച് വരികൾ കൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാടക ഗാനം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രണയ ഗാനമാണ് എന്ന് ടീച്ചർ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഒരു നായികൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നായകൻ കാത്തിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ പറയുന്നത്.
താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ചില്ലറ സ്ഥലത്തൊന്നുമല്ല നായിക താമസിക്കുന്നത്. എവിടെയാണ്? അത്രയും സൗന്ദര്യമുള്ള മനോഹരമായിട്ടുള്ള പൂക്കളുള്ള താമര പൂങ്കാവനത്തിലാണ്. താമരപ്പൂവിന്റെ പൂന്തോട്ടത്തിൽ, താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിലാണ് ആരുള്ളത്? ഇവിടെ നായികയുള്ളത് കേട്ടോ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയത്ത് അങ്ങനെയാണല്ലേ, ഏറ്റവും ഭംഗിയുള്ള ഇടത്താണ് നായികയുള്ളതെന്നാണ് നായകൻ പറയുന്നത് അല്ലെ. പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കരങ്കുള്ളോളെ, ഏറ്റവും ഭംഗിയുള്ള ഒരു പക്ഷിയാണ് പഞ്ചവർണ്ണ പൈങ്കിളി അല്ലെ. ആ പഞ്ചവർണ്ണ പൈങ്കിളിയുടെ സൗന്ദര്യമുള്ള പങ്കരങ്കുള്ളവളാണ് അല്ലെ ആര്? നമ്മുടെ നായിക അത്രമാത്രം സൗന്ദര്യമുള്ളവളാണെന്നാണ് പറയുന്നത് അല്ലെ. ഇനിയും എന്ത് പറയാണ്? താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയാണ് അല്ലെ. ഇനി കുറെ വരികൾ എന്താണ്? എല്ലാം പ്രകൃതിയുമായിട്ട് ചേർത്ത്, ഒരുപാട് പ്രകൃതിയുമായിട്ടുള്ള താരതമ്യപ്പെടുത്തല്ലേ. നായികയുടെ സൗന്ദര്യത്തെ എന്തുമായിട്ടാണ് നായകൻ താരതമ്യപ്പെടുത്തുന്നത്? പ്രകൃതിയുടെ സൗന്ദര്യത്തോടാണ്. നോക്കൂ, പൂനിലാവ് വന്ന് പൂ വിതറുന്നുണ്ട്. പൂനിലാവ് എത്ര ഭംഗിയുള്ളതാണ് പൂനിലാവ് അല്ലെ. ആ പൂനിലാവിൽ എന്ത് ചെയ്യുന്നു? വന്ന് പൂ വിതറുകയാണ്. പൂനിലാവ് ഉദിക്കുമ്പോഴാണ് പൂക്കളൊക്കെ വിടരുന്നത് അല്ലെ. അപ്പൊ ആ പൂനിലാവ് വന്നിട്ട് എന്ത് ചെയ്യാണ്? പൂക്കളെ വാരി വിതറുകയാണ് എന്ന് പറയാണ്. അപ്പൊ പൂക്കളിൽ റാണിയായിട്ട് നിൽക്കുകയാണ് ആര്? അപ്പൊ ഒരുപാട് ആളുകൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ലേ, ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ആളെ മാത്രം നമ്മൾ കാണില്ലേ, അതേപോലെ ഒരുപാട് പൂക്കളുണ്ട്. ആ പൂക്കളിൽ റാണിയായിട്ടാണ്, നോക്കൂ ഒരുപാട് പൂക്കളുണ്ട് അല്ലെ, പക്ഷെ ആ പൂക്കളിൽ റാണിയായിട്ടാണ് ആരുള്ളത്? നമ്മുടെ നായികയുള്ളത് അല്ലെ. അപ്പൊ പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെയാണ്, ഒരുപാട് പ്രത്യേകതകളൊക്കെ നമ്മൾ കാണും ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ലെ. അപ്പൊ ഇപ്പൊ നിങ്ങളൊന്നും നോക്കണ്ട, ഇത് കുറച്ചുകൂടി പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ അതൊക്കെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇത് പാഠമായിട്ട് നമ്മൾ നാടകാനായിട്ടൊക്കെ നമ്മൾ കാണുക. ഓക്കെ, യെസ്. അപ്പൊ പൂക്കളിൽ റാണിയായിട്ട് പൂത്ത് നിൽക്കുകയാണ് ആര്? നമ്മുടെ നായിക എന്ന് നായകൻ പറയാണ് അല്ലെ. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? നായകൻ വിശേഷിപ്പിക്കുന്നു. അടുത്ത നോക്കൂ, കാത്തിരുന്ന് കാൽ തരിച്ചു പോയി അല്ലെ. നായകൻ എന്ത് ചെയ്യാണ്? നായികയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നായിക വരുന്നുണ്ടോ നോക്കിയിട്ടില്ലേ. നമ്മൾ പറയാറില്ലേ, അങ്ങനെ കാത്തിരുന്ന്, അതല്ല സിറ്റുവേഷൻ പറ്റി, പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് എന്ന് പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ആളുകളെ പല സ്ഥലത്തും നമ്മൾ കാത്തുക്കും. അതിപ്പോ മുഷിപ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് തുടക്കത്തിലൊക്കെ അല്ലെ. അപ്പൊ നായകൻ ഇങ്ങനെ കാത്തിരുന്ന് കാലൊക്കെ തരിച്ചു പോയി. നായിക വന്നിട്ടില്ല, എന്നാലും കാത്തിരിക്കുകയാണ്. അപ്പൊ നായകനെ കാണാനുള്ളൊരു ത്വര അല്ലെ, ഒരു എന്താ പറയാ, ഒരു ആഗ്രഹം അല്ലെ. അങ്ങനെ കൊതിയോടുകൂടെയാണ് ആര് കാത്തിരിക്കുന്നത്? കണ്ണ് കൊതിച്ചില്ലേ, കൺമണി എന്നാണ് വിളിക്കുന്നത്. കണ്ണിൻ്റെ ഉള്ളിലുള്ള കൃഷ്ണമണി പോലെയാണ്, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലേ, അത്രയും അല്ലെ കെയർ ചെയ്യുന്ന ഒന്നിനായിട്ടാണ് പറയുന്നത് അല്ലെ. അങ്ങനെ കൺമണിയെ കാണുവാനായി കാത്തിരിക്കുകയാണ്. അപ്പൊ പണ്ടത്തെ കാലത്തുള്ള നമ്മുടെ ഇന്ന് നമ്മൾ ബേബി, ഷുട്ടുമണി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ അന്ധകാലത്ത് വിളിക്കുന്നതായിരുന്നു എന്ത്? കൺമണി അല്ലെ. കണ്ണിന്റെ ഉള്ളിലുള്ള കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിരുന്നു എന്നൊക്കെയാണ് അല്ലെ. പൂക്കളിൽ റാണിയായവൾ എന്നൊക്കെ അന്ന് വിളിക്കുന്ന പദങ്ങളാണ്. ഇന്നിപ്പോ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്? കൺമണിയെ കാണുവാനായിട്ട് എന്ത് ചെയ്യാണ്? കണ്ണൊക്കെ ഇങ്ങനെ കൊതിച്ച് അല്ലെ കാത്തു നിൽക്കുകയാണ് ആര്? നമ്മുടെ നായകൻ എന്ന് പറയാണ് കേട്ടോ. ഇനിയോ, കണ്ണുകളാൽ ഗൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന് പറയണം. അപ്പൊ ഇഷ്ടമുള്ള ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അവരുടെ നോട്ടമൊക്കെ ഭയങ്കര എന്താ പറയാ അല്ലെ, അനുഭൂതി തരുന്ന ഒന്നാണ് ഒരു നോട്ടം പോലും അല്ലെ. അപ്പൊ നായികന്റെ നോട്ടം അല്ലെ, എന്താ പറയുന്ന, നായകന്റെ കൽബില് ഇങ്ങനെ കല്ലെറിയുന്ന പോലെ, നമ്മൾ ലഡ്ഡു പൊട്ടി നമുക്ക് പറയില്ല, അതേപോലെ നായകന്റെ കൽബിൽ ഇങ്ങനെ കല്ലെറിയുന്ന പോലെ എന്ത് ചെയ്യുന്നു? നായകന് നായികയുടെ നോട്ടം ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന പോലെയുള്ള ഒരു അല്ലെ, അങ്ങനെ ഭയങ്കര അനുഭൂതി നൽകുന്ന ഒന്നായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കണ്ണുകളാൽ ഗൽബുകളിൽ കല്ലെറിയുന്നവൾ അല്ലെ, നായികയുടെ നോട്ടത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വേറൊരു അർത്ഥത്തിലല്ല, വേറെ തലത്തിലല്ല, ഈ വരികളുടെ ആശയം ചിലപ്പോൾ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നായികയുടെ നോട്ടത്തെ എങ്ങനെയാണ് പറഞ്ഞത്? നായികയുടെ നോട്ടം എന്ന് പറയുന്നത് നായകന്റെ മനസ്സിൽ അല്ലെ കല്ലെറിയുന്ന പോലെയാണ് എന്ത് ചെയ്തത്? നായകന് ഫീൽ ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വരി നോക്കൂ. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു. ഇവിടെ ഒരു പ്രയോഗം കണ്ടോ? അമ്പിളിമാൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ പല മാനിനെയും കണ്ടില്ല, ഏതാണ് അമ്പിളിമാൻ എന്ന് ആലോചിക്കേണ്ട. അമ്പിളിമാൻ എന്നുള്ളത് എന്താണ്? അമ്പിളിമാമൻ എന്നതിനെ ചുരുക്കി ഉപയോഗിച്ചാണ് ഇവിടെ. അപ്പോൾ കുറച്ചുകൂടെ കാവ്യാത്മകമായി അല്ലെങ്കിൽ കവിത ചൊല്ലുമ്പോൾ കുറച്ചുകൂടെ രസം അല്ലെ എന്ത് ചെയ്യാണ്? ആ പദത്തിന് ലഭിക്കുകയാണ് അല്ലെ. അപ്പോൾ സംസാര ഭാഷയിലൊക്കെ നമ്മൾ അല്ലെ കൊളോക്കിയലായിട്ട് നമ്മൾ അങ്ങനെ പറയാം, അമ്പിളിമാൻ എന്നൊക്കെ നമ്മൾ പറയും. അമ്പിളിമാമൻ, അമ്പിളി അമ്മാവൻ എന്നൊന്നും നമ്മൾ ചിലപ്പോൾ സംസാര ഭാഷയിൽ പറയില്ല അല്ലെ. അപ്പൊ കവിതയിൽ അത് കുറച്ചുകൂടെ എന്താണ്? മനോഹരമായിട്ടുള്ള ഒരു പദമായിട്ട് അത് മാറുകയാണ്. അപ്പൊ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു.
ഒരു ദിവസം അമ്പിളിമാമൻ, ഏറ്റവും സൗന്ദര്യമുള്ള ഒന്നായിട്ടാണ് നമ്മൾ പറയുന്നത് അമ്പിളിമാമൻ അല്ലേ. ശരിക്കും അങ്ങനെയല്ല, പുള്ളു കൊണ്ടും കുഴിയൊക്കെയാണ്. പണ്ട് വേറൊരു കവിത ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അല്ലെ പ്രകാശമൊക്കെ ഉള്ള ഒന്നായിട്ട് അല്ലെ സൗന്ദര്യമുള്ള ഒന്നായിട്ട് അമ്പിളിമാമനെ കുറിച്ച് പറയാണ്. അപ്പോൾ അത്രയും ഭംഗിയുള്ള അമ്പിളിമാമൻ വരെ എന്ത് ചെയ്തു, വമ്പനായി കുളിച്ച് കുപ്പായൊക്കെ ഇട്ട് വന്നു. എന്നിട്ടോ വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു പോയി എന്ന് പറയാണ്. അമ്പിളിമാമൻ കുളിച്ച് കുപ്പായിട്ട് വന്നിട്ട് എന്തേ കാര്യമുണ്ടോ? വമ്പരായി വന്നിട്ട് എന്താണ്, നിന്നെ കണ്ട അമ്പരന്നു പോയി എന്ന് പറയണം. കാരണം അമ്പിളിമാമൻ, അത്രയും സൗന്ദര്യമുള്ള അമ്പിളിമാമനെ പോലും വണ്ടടിപ്പിച്ചു നായികയുടെ സൗന്ദര്യം. അത്ര സൗന്ദര്യമുള്ളവളാണ് ആര്, നായിക എന്നാണ് നായകൻ പറയുന്നത്. കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ, താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് വീണ്ടും വിളിക്കുകയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ അല്ലെ, നമ്മുടെ ഏതാണ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന കവിതയുടെ അല്ലെങ്കിൽ നാടകഗാനത്തിന്റെ വരികളുടെ ആശയം. ചിലപ്പോൾ ഓരോ വരികളുടെ ആശയമായിരിക്കാം, ചിലപ്പോൾ 4 വരിയൊക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കുക. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നമുക്ക് പറ്റണം. പ്രകൃതിയുമായിട്ട് അല്ലെ നായികയെ വർണ്ണിക്കുന്നുണ്ട് അല്ലെ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് നമുക്ക് വരും അല്ലെ. സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ചോദിക്കാം, ഒക്കെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് യൂട്യൂബ് ചെയ്ത് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ആപ്പിൽ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഓൾറെഡി എന്ത് ചെയ്തു, കുറേ പാർട്ടുകളായിട്ട് നമ്മൾ ഈ ഓരോ വരികളും വിശദമായിട്ട് അർത്ഥങ്ങൾ ഉൾപ്പെടെ ഓരോന്നും ഇനി സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ക്ലാസ് തുടങ്ങിപ്പോയില്ലേ, നമുക്കിനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ പുതിയൊരു ബാച്ച് കൂടെ 2.0 എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് കൂടെ എന്താണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങും. അപ്പോൾ തുടക്കം മുതലാണ് നമ്മൾ ഓരോ ചാപ്റ്ററും തുടക്കം മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ, ഒരുവിധം ആളുകളൊക്കെ അസ്ത്രയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ടീച്ചർക്ക് അറിയാം. ഇനി ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അല്ലേ, ഇനി എന്ത് ചെയ്യരുത്, നോക്കി നിൽക്കരുത്, വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കാരണം നമ്മളുടെ ചോദ്യങ്ങളൊക്കെ അത്രമേൽ എന്താണ് ടഫായിക്കൊണ്ടിരിക്കുകയാണ്. A+കളുടെ കണക്ക് നിങ്ങൾക്കറിയാം. പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ മാർക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പഠിക്കാതെ വെറുതെ അങ്ങ് കഴിച്ചിലാവാന്ന് വിചാരിക്കരുത്. അപ്പോൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് തുടക്കം മുതൽ ക്ലിയറായി, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് നല്ല മാർക്ക് കിട്ടുക, ഈവൻ മലയാളത്തിലാണെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ അഡ്മിഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, വേഗം നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക കേട്ടോ. പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, അത് ഇത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, സീറ്റ് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.